ഹായ്, എല്ലാവർക്കും ജോക്കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വാഴയ്ക്കാത്തൊലിയും വൻപയറും കൊണ്ടുള്ള ഒരു അടിപൊളി തോരനാണ്. അപ്പോൾ നിങ്ങൾ ശർക്കര വരട്ടി ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ചിപ്സ് ഉണ്ടാക്കിയിട്ടോ ഇതിൻ്റെ തൊലി കളയുകയാണെങ്കിൽ ഇനി മുതൽ കളയണ്ട. ഇതുപോലെ നമുക്ക് അടിപൊളി ഒരു തോരൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ഏത്തക്കയുടെ തൊലിയാണ് എടുക്കുന്നത്. അതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും ഒന്ന് കണ്ടിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ തൊലി എടുക്കാം. അതിന് മുൻപായിട്ട് നമ്മുടെ ഈ കറുത്ത കളറിൽ എന്തെങ്കിലും അഴുക്കോ ചെളിയോ കറയായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ചിരണ്ടിക്കളയുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് തൊലി എടുക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും. എല്ലാ ഭാഗവും കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് ഇതുപോലെ നടത്തി കൊടുത്താൽ വളരെ ഈസി ആയിട്ട് തന്നെ ഇത് പൊളിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇത് അരിഞ്ഞെടുക്കാനും വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് 2 ഏത്തക്കയുടെയും തൊലി എടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതിനു മുൻപേ ഉള്ള ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം. ഒത്തിരി വെറൈറ്റീസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പോയി കാണണേ. അതിനുശേഷം നമ്മളിത് വെള്ളത്തിലേക്ക് ഇടുകയാണ്. ഇതിൻ്റെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ടും പിന്നെ അഴുക്കും ഉണ്ടാവുമല്ലോ, അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് കഴുകിയെടുക്കണം. ഇത് ഞാൻ 2 എണ്ണത്തിൻ്റെയും തൊലി കഴുകി എടുത്ത് ഉണക്കിയതാണ്. ഉണക്കി മീൻസ് കിച്ചൺ ടവലും കൊണ്ടൊന്നും ഇല്ലെങ്കിൽ തുടയ്ക്കുക, അല്ലെങ്കിൽ സ്ട്രെയിനിൽ വെച്ചിട്ടൊന്ന് വെള്ളം കളഞ്ഞിട്ട് എടുക്കണം. കാരണം നമ്മൾ ഇതിൻ്റെ കറ ചുവയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചിട്ടൊന്ന് ഇളക്കി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക. അപ്പോൾ 2-3 എണ്ണം കൂട്ടി പിടിച്ചിട്ട് അരിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പരിപാടി തീരും. വളരെ ചെറുതാക്കിയാണ് ഞാനിവിടെ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളതുപോലെ കുറച്ച് വലുതാക്കി വേണമെങ്കിലും അരിഞ്ഞെടുക്കാം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാതും ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ കറയൊക്കെ ചുവയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ വാഴച്ചുണ്ട് ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഇതുപോലെ വെളിച്ചെണ്ണ പുരട്ടി വെക്കില്ല, അതിൻ്റെ കറയൊക്കെ ചുവയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതും ഒന്ന് പുരട്ടി വെക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വൻപയർ വേവിച്ചതാണ് എടുക്കുന്നത്. വേവിച്ചതിന് ശേഷമല്ല, വേവിക്കുന്നതിന് മുന്നെയാണ് 1/4 കപ്പ് എടുത്തത്. പിന്നെ ഇതിലേക്ക് 1 പിടി തേങ്ങയും 2 പച്ചമുളകും 2 വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. പച്ചമുളകിന്റെ അളവ് എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിലെ വെളുത്തുള്ളിയും പച്ചമുളകും മാത്രം ഞാനൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചെയ്യുക. ഇനി ചതച്ചത് നമുക്ക് തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഞാനൊരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൽ ജീരകം ചേർക്കുന്നവരുണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജീരകം ചേർക്കാം. പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഞാനൊരു 2 വറ്റൽമുളക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില, 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് തേങ്ങയാണ്. അപ്പോൾ തേങ്ങയുടെ ഒരു പച്ചമണം മാറുന്നിടം വരെയും അതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ആവുന്നിടം വരെയും ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള കായത്തൊലിയും വേവിച്ച് വെച്ചിട്ടുള്ള വൻപയറും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. വൻപയറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുപയറോ അല്ലെങ്കിൽ പരിപ്പോ ചേർത്തിട്ട് വേണമെങ്കിലും ഈ തോരൻ തയ്യാറാക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. നമ്മൾ വൻപയർ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ച് വെച്ചത്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം
ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതിനി മൂടി വെച്ചൊന്ന് വേവിക്കണം. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കണേ. ഞാനിവിടെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ എരിവും ഉപ്പും ഒക്കെ മതിയൊന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഇവിടെ തയ്യാറാണ്. ഇതിന്റെ വെള്ളമൊക്കെ കണ്ടോ വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.